ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അയ്യാമുൽ അശ്ർ. ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ 10 ദിനങ്ങളാണെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, മൽ അമലു ഫി അയ്യാമിൽ അശ്ർ അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു പ്രവർത്തനമില്ല. ഇത്ര കൂലിട്ടൊരു കാര്യം വേറൊരു സമയത്തും നമുക്ക് ചെയ്യാനാവില്ല എന്ന്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, കാലു വലൽ ജിഹാദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിനും ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ തത്തുല്യമായ പുണ്യമില്ലേ? നീ പറഞ്ഞു വലൽ ജിഹാദ്, ജിഹാദിനുമില്ല. ഇല്ലാ റജുലുൻ ഖറജ യുഖാതിർ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ഒരാൾ യുദ്ധത്തിന് പോയി എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മുജാഹിദ്, അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ജിഹാദിനേക്കാളും പ്രതിഫലം ഈ ദിവസത്തിനുണ്ട് എന്നാണ്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട്? അള്ളാഹുവും റസൂലും പറഞ്ഞത് കൊണ്ട് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ എന്തിനാണ് ഇത്ര പ്രതിഫലം തരുന്നത് എന്നൊന്നും നമ്മൾ ആരും ആലോചിക്കില്ല. സഹോദരങ്ങളെ, നമുക്കറിയാം, മരണത്തിന് ശേഷം അള്ളാഹു സജ്ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർഗത്തിൻ്റെ വിവരണങ്ങളും വിശദീകരണങ്ങളും വിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് ദുനിയാവിൽ നമ്മൾ എന്താ നേടിയത്? ദുനിയാവിൽ നമ്മൾ എന്താ നേടിയത്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അക്കൗണ്ടും നമ്മുടെ വീടും നമ്മുടെ ആധാരവും ഒക്കെ പരിശോധിച്ചാൽ എത്രയാണ് ഞാനും നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും എത്രയാണ് നമ്മൾ ഈ ആയുസ് കൊണ്ട് നേടിയത്? അതിനും ഒരു കണക്കില്ല, ഒരു പരിമിതിയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഇത്രയും ദിനങ്ങളല്ല, ദീർഘമായ അനന്തമായ അനശ്വരമായ അവസാനിക്കാത്ത സുഖസന്തോഷങ്ങളുടെ ഒരു സ്വർഗത്തിന് വേണ്ടി കൊണ്ടുകൊണ്ട് എന്തെങ്കിലും അത് അള്ളാഹു നമുക്ക് ഓഫറുകളായി കണക്കില്ലാത്ത പ്രതിഫലങ്ങളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിനങ്ങളെയും ആ ദിവസങ്ങളെയും നമ്മൾ അവഗണിച്ചാൽ ആയുസ്സിൽ നമ്മൾ ഏറ്റവും വലിയ ഖേദിക്കേണ്ടി വരുന്ന ദിനങ്ങളായിരിക്കും ഒരു പക്ഷേ ഇത്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളത് ചെയ്യണം. എത്രമാത്രം പണ്ഡിതന്മാർ ചർച്ച ചെയ്തു എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ റമദാനിലെ അവസാനത്തെ 10 അപ്പോൾ ആ അവസാനത്തെ 10 പ്രാധാന്യം ഈ അയ്യാമുൽ അശ്ർ, ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസത്തിനുണ്ടോ എന്നാണ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല അതിന് പറഞ്ഞൊരു തീരുമാനം, ഒരു പക്ഷേ രാത്രിയുടെ പുണ്യം ആലോചിക്കുകയാണെങ്കിൽ റമദാനത്തെ അവസാനത്തെ 10 അത്. കാരണം ലൈലത്തുൽ ഖദ്ർ ഉണ്ടല്ലോ. എന്നാൽ പകലിനെ അപേക്ഷിക്കുകയാണെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 പകലിനേക്കാളും യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങൾക്ക് പുണ്യമുണ്ട് എന്നാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കും, റമദാനിൻ്റെ പകലുകളിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഫർളായൊരു നോമ്പിലല്ലേ? നോമ്പ് ഉൾക്കൊള്ളുന്നതാണ് ഈ കാലഘട്ടം. നോമ്പുകളും തക്ബീറുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും അധികം പുണ്യം നിറഞ്ഞൊരു കാര്യമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ആരാധനകളിലെ ഏറ്റവും സുപ്രധാനമായ ആരാധനകൾ സമ്മേളിക്കുന്ന ദിനമാണിത് എന്നാണ്. ഏതതിലില്ലാത്ത സുഹൃത്തുക്കൾ, നിസ്കാരം ഏതായാലും എപ്പോഴും ഉള്ളതാണ്. നോമ്പ്, അറഫന്റെ നോമ്പ്, നമ്മൾ ഈ ദിനങ്ങളിൽ ഒരു നോമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റെന്ത് കാര്യങ്ങൾ ആലോചിച്ചാലും ഹജ്ജ് അത് ഈ ദിവസങ്ങളിലല്ലേ വരുന്നത്. ദുൽഹജ്ജ് 8 മുതൽ ഹജ്ജ് ആരംഭിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ആരാധനകളെല്ലാം സമ്മേളിക്കപ്പെട്ട ഏറ്റവും പുണ്യകരമായ ദിനങ്ങളാണ് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ. അതുകൊണ്ട് അതിന് വേണ്ടി ഒന്ന് ഒരുങ്ങുക എന്നുള്ളത്. ഇന്ന് ഏതായാലും നമുക്ക് ദുൽഹജ്ജിലേക്ക് പ്രവേശിച്ചിട്ടില്ല. നമുക്കറിയാം, ഇന്ന് പിന്നെ ദുൽഖഅദ 29 നമ്മൾ മാസം നോക്കിയ കണക്ക് പ്രകാരം വരുന്നത്. അപ്പോൾ ഇന്നും കൂടിയൊക്കെ ഇപ്പോൾ ഉദയത്ത് ഇറക്കുന്ന ആളുകൾക്കൊക്കെ അവിടെ താടിയും മുടിയൊക്കെ ശരിയാക്കാനും ഒക്കെ പിന്നെ തയ്യാറാവാനും ഒക്കെയുള്ള ഒരു ദിവസമാണ് ഈ ദിവസം. പണ്ഡിതന്മാർ പറയുന്നത് ഈ കാലഘട്ടത്തിൽ വരുന്ന ഈ പുണ്യങ്ങൾ, അതിൽ ജുമായെക്കുറിച്ച് പ്രത്യേകം വേണ്ടി പറഞ്ഞു. വെള്ളിയാഴ്ചത്തെ ജുമാ എന്ന് പറഞ്ഞാൽ അത് ഈ ദുൽഹജ്ജ് 10 ഇടയിൽ വരികയാണെങ്കിൽ ആ വെള്ളിയാഴ്ചക്ക് മറ്റു വെള്ളിയാഴ്ചകളെക്കാളും പ്രാധാന്യമുണ്ട് എന്ന് പോലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഇത്രമാത്രം പ്രാധാന്യമുള്ള എല്ലാ പ്രധാനപ്പെട്ട ആരാധനകളും ഒന്നു ചേരുന്ന ഈ ദിനങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളണം. പലപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം ഹദീസും ആയത്തും ഒക്കെ ഓതി പറഞ്ഞാലും നമ്മുടെ പലരുടെയും മനസ്സ് അതിലേക്ക് ഇങ്ങോട്ട് വരാറില്ല. റമദാനായ വരുമല്ലോ, റമദാനാകുമ്പോൾ നമ്മുടെ മനസ്സേക്ക് വരുന്നുണ്ട്, നമുക്കിത് നഷ്ടപ്പെട്ടുകൂടാ, ഇതേ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴൊക്കെ ഒരു ബേജാറും, എവിടെയും പള്ളിയിൽ തീരെ ജമാഅത്തിന് പോകാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ആ റമദാനാകുമ്പോൾ ആ ഭക്തനൊക്കെ ജമാഅത്തിനും. അപ്പം അതൊരു പുണ്യകാലമാണെന്ന് നമ്മുടെ മനസ്സ് പാരമ്പര്യമായി ഉൾക്കൊണ്ടുവന്നു. പക്ഷെ പല ആളുകളും ദുൽഹജ്ജ് 10 ദിവസങ്ങളിലെ പുണ്യത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ എത്രയോ കാലം വൈകിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ അന്ന് പറഞ്ഞല്ലേ.
ഈ ആയത്തൊക്കെ വിശുദ്ധ ഖുർആനിൽ അന്നേ ഉള്ളത് തന്നെയല്ലേ സുഹൃത്തുക്കളെ? പക്ഷെ നമ്മൾ കേട്ടില്ല. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്കൊരു മാതൃക പലരും കാണിച്ചു തന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ പള്ളിയിലോ ആരാധനകളിലോ ഒരു പ്രത്യേക ശ്രദ്ധ ഇല്ല. എത്രമാത്രമെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ദുൽഹജ്ജ് 1 പിറന്നാൽ അയ്യാമു തശ്രീഖ് അവസാനിക്കുന്നത് വരെ തക്ബീറിന്റെ കാലഘട്ടമാണ്. തക്ബീർ ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഇന്നും പലപ്പോഴും തക്ബീറുകൾ എവിടെ മാത്രം പരിമിതമാണ്. നമ്മൾ ആ പെരുന്നാളിൻ്റെ ദിവസം പിന്നെ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ മാത്രം പരിമിതമാണ്. മുഖയ്യദായും മുത്തലക്കായും അങ്ങാടികളിലും എല്ലായിടങ്ങളിലും നിരുപാധികമായ ഒരു തക്ബീർ. നിസ്കാരശേഷം അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞ് നേരെ തക്ബീറിലേക്ക് പ്രവേശിച്ചിരുന്നു. അത് ഒറ്റക്കും ചെല്ലാം, ജമാഅത്തായി നിർവഹിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടും. ആ തക്ബീറുകൾ ഇത്രയും ദിനങ്ങൾ തക്ബീറിന് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണെന്ന് പോലും പലപ്പോഴും പലരും അറിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും നമുക്ക് ഇസ്ലാമിൽ പുണ്യകരങ്ങളായ ഏത് പ്രവർത്തനങ്ങൾക്കും അന്നൊരു പ്രവർത്തനം ഈ 10 ദിവസത്തിനിടയ്ക്ക് സംഭവിച്ചാൽ ആ സമയത്തിന് ആ ദിനത്തിന് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ നബി ഇസ്ലാസ്മ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഈ ദിവസങ്ങൾക്കൊരു പുണ്യമുണ്ട് എന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ പുതിയ തലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ സുന്നത്തുകളെ ജീവിപ്പിക്കുന്നതിന് വളരെ വലിയ പുണ്യമുണ്ട്. ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നതിന് വളരെ വലിയ പുണ്യമുണ്ട്, വളരെയധികം പ്രാധാന്യമുണ്ട്, വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഈ ദിനങ്ങൾ വരുമ്പോൾ പെരുന്നാൾ വന്നു എന്ന് പറയുന്ന പോലെ, നോമ്പ് വന്നു എന്ന് പറഞ്ഞ പോലെ 10 ദിവസത്തെ പുണ്യം നിറഞ്ഞ 10 ദിനങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ജമാഅത്ത് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു തക്ബീർ ചെല്ലിയാൽ, അല്ലെങ്കിൽ ഒരു തഹ്ലീൽ ചെല്ലിയാൽ, ഒരു തഹ്മീദ് ചെല്ലിയാൽ അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്നാണ്. സഹാബത്തൊക്കെ അങ്ങനെ ആയിരുന്നു എന്നാണ്. വകാന സഈദ് ഇബ്നു ജുബൈർ ഇദാ ദഖല അയ്യാമുൽ അശർ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഈ 10 ദിനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി, അദ്ദേഹത്തിന് എത്രമാത്രം കഴിയുമോ അത്രമാത്രം പുണ്യം, ഈ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ധാരാളം ആളുകൾ ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ചും സഹാബത്ത് അന്ന് തക്ബീറിന് കൊടുത്തിരുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആ പ്രതിഫലങ്ങൾ ഏറെ കിട്ടുന്ന ഈ ദിനങ്ങൾ ഒരു പുണ്യ ദിനങ്ങളാണ് എന്ന് നമുക്ക് സ്വയം തോന്നാനും മറ്റുള്ളവരെ നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ചിന്തിച്ചാൽ മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി സുബ്ഹാന, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തമായ, അള്ളാഹുവിന് നന്മ ചെയ്യുന്നതിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ദിനങ്ങളാണ്. അതുകൊണ്ട് ഫഅക്തിറൂ ഫീഹിന്ന, ആ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ്. നമ്മൾ സാധാരണ പെരുന്നാളിന് ചൊല്ലാറുള്ള തക്ബീറുകൾ നമുക്ക് ചൊല്ലാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സമയവും സന്ദർഭവുമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ഒന്നിപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, ഉൽഹിയത്ത് നമ്മൾ അറുക്കും. അത് നമ്മൾ ദുൽഹജ്ജ് 10-നാണ് അറുക്കുന്നത്, അതും ഈ ദിനങ്ങളിൽ ഉൾക്കൊണ്ടു. അതേമാതിരി അറഫ നോമ്പ്, ഒരു നോമ്പ് എന്തായാലും നമ്മൾ നോൽക്കും ദുൽഹജ്ജ് 9-ന്, അതും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നോമ്പാണ്. ഇനി പറ്റുമെങ്കിൽ ഒരാൾ ഈ മുഴുവൻ ദിനങ്ങളിലും നോമ്പ് നോൽക്കുന്നു എന്നുള്ളത് തകരാറുള്ള കാര്യം. സുന്നത്ത് നോമ്പ് നമുക്ക് എപ്പോഴും ഏത് ദിവസവും എന്നും നോൽക്കാൻ പറ്റും, നോൽക്കുന്നുള്ള തെറ്റല്ലേ. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഈ തിങ്കൾ വ്യാഴം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും നോമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോമ്പ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മൾ എന്തെങ്കിലും ദാനധർമ്മങ്ങളോ കാര്യങ്ങളോ, എന്ത് അമൽ എന്ന് പറയുമ്പോൾ എന്ത് പ്രവർത്തനവും, ഒരാളെ നമ്മൾ സഹായിക്കുകയാണെങ്കിലും ഒരു രോഗിനെ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഈ ദിനങ്ങൾക്കുള്ള പ്രത്യേകത ആ സമയത്ത് സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം ഏറെ പ്രാധാന്യത്തോടുകൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഖുർആനും ഹദീസും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന നിലക്ക് ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി നന്മ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ സമയത്ത് തന്നെയാണ് ഹാജിമാരെ ഹജ്ജ് ചെയ്യുന്നത്, അത് ഈ ദിവസങ്ങളിലാണ്. അൽ ഹജ്ജുൽ മബ്രൂർ, മബ്രൂറായ പുണ്യകരമായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം കിട്ടും. അങ്ങനത്തെ പ്രവർത്തനമാണ്. അത് ഏത് സമയത്താണ് നടക്കുന്നത്? ഈ ദുൽഹജ്ജ് 8 മുതലാണ് അത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യുന്ന, നമ്മൾ നോമ്പ് നോൽക്കുന്ന, അതേപോലെ തന്നെ എല്ലാ തഹ്ലീലുകളും തഹ്മീദുകളും തക്ബീറുകളും അധികരിപ്പിക്കുന്ന ഈ ഒരു നല്ല സന്ദർഭത്തിൽ നമ്മളും അല്പം കരുതലോടുകൂടെ പരമാവധി നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടാതെ നന്മകൾ വർദ്ധിപ്പിക്കാനും തക്ബീറുകൾ ഉരുവിടാനും അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ ഓർമ്മയോടുകൂടെ ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.